ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു ലേറ്റസ്റ്റ് ഓഫ് PSC. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉത്തരപർവ്വത മേഖല എന്ന ടോപ്പിക്കാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട PYQs 1 by 1 ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഈ PYQs നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. PYQs ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ ആരെങ്കിലും ലാസ്റ്റ് ക്ലാസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ PYQs ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തെന്ന് ലാസ്റ്റ് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന്. അതായത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൗണ്ടൈൻ പാസ് ഏത്? ഈ മൗണ്ടൈൻ പാസസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് മൗണ്ടൈൻ പാസസ് എന്നുള്ളത്. അപ്പൊ 10th ലെവലിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നു കാണുന്നുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശത്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ഏതാ? ലിബു ലേക്ക് ആണ് അല്ലെ? ലിബു ലേക്ക് ആണ്. അപ്പൊ അത് പഠിക്കാം. നമുക്കൊരു കോഡ് വെച്ച് പഠിച്ചാലോ? ഇങ്ങനെ കൊടുത്താൽ മതി. ടി ലിപിയിൽ ഉത്തരം എഴുതി ഓർത്താൽ മതി. ഓക്കെ, എന്തിലാണ്? ടി ലിപിയിൽ. ടി എന്ന് വെച്ചാൽ എന്താണ്? ടിബറ്റ്. ഓക്കെ, ടി ലിപിയിൽ, ലിബി എന്ന് വെച്ചാൽ ലിബുലേക്ക്. ഓക്കെ, ടി ലിപിയിൽ എന്താണ് എഴുതിയത്? ഉത്തരം എഴുതി അല്ലെ? ഉത്തരം എഴുതി. അപ്പൊ ഉത്തര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉത്തരാഖണ്ഡ്. അപ്പൊ ടി ലിപിയിൽ ഉത്തരം എഴുതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ആണ് ലിബു ലേക്ക് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് ഷിപ്കില നോക്കാം. ഷിപ്കില നോക്കിയാലോ? ഷിപ്കില എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കാം, നമ്മുടെ ടൈറ്റാനിക് ഷിപ്പ് ഉണ്ടല്ലോ, ടൈറ്റാനിക് ഷിപ്പ് എങ്ങനെയാ മുങ്ങിയത്? ഹിമത്തിൽ ഇടിച്ചിട്ട് മുങ്ങി. ഓക്കെ, അപ്പൊ ടൈറ്റാനിക് ഷിപ്പ് ഹിമത്തിൽ ഇടിച്ച് മുങ്ങി എന്ന് ഓർത്താൽ മതി. അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടൈറ്റാനിക് ഷിപ്പാണ് അല്ലെ? ടൈറ്റാനിക് എന്ന് എഴുതുമ്പോ എങ്ങനെയാ? ടിയും ഐയും അല്ലേ നമ്മൾ എഴുതുക? അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും, ഓക്കെ, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ആണ് ഷിപ്കില പാസ്. അപ്പൊ ഷിപ്പ് എന്ന് ഓർക്കുമ്പോ അപ്പൊ നിങ്ങൾ ആരും ഓർത്തോണം? അപ്പൊ നിങ്ങൾ ടൈറ്റാനിക് ഓർത്തോണം. ടൈറ്റാനിക് ഓർക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ഹിമത്തിൽ ഇടിച്ച് മുങ്ങിയെന്ന്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ആണ് ഷിപ്കില പാസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ പഠിച്ചേക്കുക. അപ്പൊ നമുക്ക് അടുത്ത പാസ് നോക്കാം. അടുത്ത പാസ് ആണ് സോജില പാസ് അല്ലെ? സോജില പാസ് എങ്ങനെയാന്ന് നോക്കിയാലോ നമുക്ക്? സോജൻ ഉണ്ടല്ലോ, സോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് എന്ത് ചെയ്തെന്നറിയോ? സോജൻ നഗരത്തിലൂടെ കാർ ഓടിച്ചു. ഓക്കെ, സോജൻ എതിലെയാ കാർ ഓടിച്ചത്? നഗരത്തിലൂടെ കാർ ഓടിച്ചു. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. സോജൻ നഗരത്തിലൂടെ കാർ ഓടിച്ചു. അപ്പൊ സോജൻ എന്ന് പറയുമ്പോൾ സോജില പാസ് ആണ്. ഓക്കെ, സോജൻ എന്ന് പറയുന്നത് സോജില പാസ് ആണ്. നഗരം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? നഗരം എന്ന് പറയുന്നത് ശ്രീനഗർ ആണ് കേട്ടോ. ശ്രീനഗറാണ് നഗരം എന്ന് പറയുന്നത്. ഇനി എതിലെയാ കാർ ഓടിച്ചേ? സോജൻ നഗരത്തിലൂടെ എന്താ ഓടിച്ചത്? കാറാണ് ഓടിച്ചത്. അപ്പൊ കാർഗിൽ. അപ്പൊ ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? സോജില പാസ് എന്ന് പറയുന്നത്. കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏത്? സോജില പാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് നാഥുല പാസ് നോക്കാം. നാഥുല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? നാഥനെ ഓർക്കണം കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടില് നാഥൻ ആരാ? നമ്മുടെയൊക്കെ വീട്ടിലെ നാഥന് സുഖമില്ലാതാകുമ്പോ, നാഥന് സിക്ക് വരുവാണ്. നാഥന് സിക്ക് വരുമ്പോ, നമുക്കൊക്കെ സിക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നാഥന് സിക്ക് വരുമ്പോ നമ്മൾ എന്ത് കൊടുക്കും? ചായ കൊടുക്കും അല്ലെ? അപ്പൊ നാഥന് സിക്ക് വന്നപ്പം നമ്മൾ എന്ത് കൊടുത്തു? ടീ കൊടുത്തു. അപ്പൊ നാഥന് സിക്ക് വന്നപ്പം ടീ കുടിച്ചെന്ന് ഓർത്താ മതി. നാഥന് സിക്ക് വന്നപ്പോ എന്ത് കുടിച്ചു? ടീ കുടിച്ചു. അപ്പൊ എന്തായിരിക്കും? നാഥൻ എന്ന് പറഞ്ഞാൽ നാഥുല പാസ്. സിക്ക് എന്ന് വെച്ചാൽ എന്നാ? സിക്കിം. ഓക്കെ, സിക്ക് എന്ന് വെച്ചാൽ സിക്കിം. നാഥൻ എന്താ കുടിച്ചേ? ടീ കുടിച്ചല്ലേ? അപ്പൊ ടിബറ്റ്. അപ്പൊ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നാഥുല പാസ്. അപ്പൊ ഈ 4 പാസസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനിയും നമുക്ക് ധാരാളം ചോദ്യങ്ങൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. പ്രസ്താവന ചോദ്യം വരുമ്പം നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം? കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടുത്തെ കീവേഡ് ഏതാ? ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് അല്ലെ? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും
നമ്മൾ ഉത്തരപർവ്വത മേഖലയല്ലേടാ ഡിസ്കസ് ചെയ്യുന്നത്. ആരവല്ലിയൊക്കെ ഇവിടെയാണോ വരുന്നത്? ആരവല്ലി ഉത്തരപർവ്വത മേഖലയിലല്ലല്ലോ വരുന്നത് അല്ലെ? പക്ഷെ ഉത്തരപർവ്വത മേഖല പഠിച്ചവർക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് വായിക്കുമ്പോൾ ആൻസർ കിട്ടും. സോ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ആണോ? ആരവല്ലി ഓൾഡസ്റ്റ് ആണോ? അതെ, നമുക്ക് അറിയാം അല്ലെ. അടുത്തത്, ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഡി ഒന്ന് നോക്കിക്കേ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കൃത്യമായിട്ടും ഡൂൺസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്താണ് ഡൂൺസ്? ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ് ആണ് അല്ലെ, നീളമേറിയ വാലീസ് ആണ്. അത് എവിടെയാ നമ്മൾ കണ്ടത്? അത് നമ്മൾ എവിടെയാ കണ്ടത്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗത്താണല്ലേ, ഹിമാലയത്തിന്റെ ഭാഗത്താണ് നമ്മളത് കണ്ടത്. അത് ആരവല്ലിയുടെ ഭാഗത്താണോ കണ്ടേ? അല്ല, ഹിമാലയാസിന്റെ ഭാഗത്താണ് കണ്ടത്. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും ആരവല്ലിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായതാണ്. ഓക്കെ, ആരവല്ലിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്, ഇതിലെ ഭാഗമാണ് മൗണ്ട് അബു, ഇതിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകള് ആരവല്ലിയിലല്ല, കാശ്മീരിലാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ അടുത്ത നോക്കാം നമുക്ക്. അടുത്ത നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് ചോദ്യം. ശരിയായ ജോഡിയാണ് കണ്ടെത്തുക. നോക്കിക്കേ, ട്രാൻസ് ഹിമാലയ ഖാസി കുന്നെന്ന് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയ ഖാസി കുന്നാണോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഹിമാലയത്തിന്റെ ഡിവിഷൻ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കൃത്യമായിട്ട് നമ്മളത് പഠിച്ചു പോയതാണ്. ഖാസി കുന്ന് എവിടെയാ നമ്മൾ കണ്ടേ? ഖാസി കുന്ന് എവിടെയാ കാണുന്നേ? ഖാസി കുന്ന് ഈ ഒരു ഭാഗത്ത് അല്ലെ, ഈ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കൻ മലനിരകളാണ് അല്ലെ, നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻസ് ആണ്. അപ്പൊ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗമാണല്ലേ, ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയത്തിൽ ഏതൊക്കെയാ വരുന്നത്? ട്രാൻസ് ഹിമാലയത്തില് കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, ആൻഡ് സസ്കർ ഉണ്ട് അല്ലെ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതാണ് നമ്മുടെ ട്രാൻസിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ തെറ്റല്ലേ? ഏ തെറ്റി അല്ലെ, ഏ തെറ്റി. രണ്ടാമത്തെ നോക്കിക്കേ, ഉപദ്വീപീയ പീഠഭൂമി അല്ലെ, പീഠഭൂമി നമ്മൾ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു എന്നൊക്കെ പഠിക്കുന്നതാണ്. സോ അതെന്താണ്? അത് ശരിയാണ്. അടുത്ത നോക്കിക്കേ, ഹിമാലയ പൂർവ്വഘട്ടം എന്നാ പറഞ്ഞത്. പൂർവ്വഘട്ടം എന്താ? നമുക്ക് ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും അറിയാം അല്ലെ. അപ്പൊ ഈസ്റ്റേൺ ഗട്ട്സ് അതാണ് പൂർവ്വഘട്ടം. അത് ഇവിടെയല്ലേ വരുന്നത്? അത് ഹിമാലയത്തിന്റെ ഭാഗത്താണോ വരുന്നത്? അത് ഇവിടെയാണ് വരുന്നത്. സോ അത് തെറ്റി. അടുത്തത്, കിഴക്കൻ മലനിരകളിലാണോ ലഡാക്ക് ഉള്ളത്? കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്നതാ അല്ലെ. ഇവിടെയാണോ ലഡാക്ക് ഉള്ളത്? അവിടെ അല്ല ലഡാക്ക് ഉള്ളത്. ലഡാക്ക് എവിടെയാണുള്ളത്? ലഡാക്ക് ട്രാൻസ് ഹിമാലയത്തിൽ ഇതാ ഇവിടെയാണ് ലഡാക്ക് ഉള്ളത്. അപ്പൊ അതും തെറ്റി. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ഉപദ്വീപീയ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു, അതാണ് കറക്റ്റ് ആയിട്ടുള്ള അവിടുത്തെ മാച്ച് ആയിട്ട് ഉള്ളത്. ഓക്കെ, കറക്റ്റ് പെയർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് കെ2. മൗണ്ട് കെ2നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പൊ ഇത് എവിടെയാണ്, ഏത് പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് കെ2? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. കാരക്കോറത്തിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് പഠിച്ചു വെച്ചോളുക. ഈ മൗണ്ട് കെ2 എന്നുള്ളത് എവിടെയാണ്? പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് കേട്ടോ. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണെന്നുള്ളതും കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കണം. അത് ആ ഒരു ഫാക്ടും കൂടി മനസ്സിലിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. നമ്മള് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് പഠിച്ചല്ലേ. എങ്ങനെയാ നമ്മൾ പഠിച്ചത്? നമുക്കറിയാം. ഇതിപ്പോ ഹിമാലയസ്, എന്റെ ഇന്ത്യ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. തൽക്കാലം ഇതാണ് നമ്മുടെ ഹിമാലയാസ് എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഇതാക്കുക. ഓക്കെ, തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കറിയാം മുകളിൽ നമ്മുടെ കാരക്കോറം ഉണ്ട്. കാരക്കോറം കഴിഞ്ഞ് ഇത്രയും ഒരു ഏരിയ വരുന്നത് ഫുൾ എന്താണ്? ഹിമാലയൻ മലനിരകളാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് എന്താക്കും? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് ക്ലാസിഫൈ ചെയ്യും അല്ലെ. അപ്പൊ നോക്കിക്കേ, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതാണോ ശിവാലിക്? ഏറ്റവും തെക്കായിട്ടുള്ളതാണ്. ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നുണ്ടോ? നമുക്കറിയാം ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇവിടെ ഗംഗാ സമതലം വരുന്നുണ്ട്. ബ്രഹ്മപുത്ര സമതലം ഇവിടെയാണ് വരുന്നത് അല്ലെ, ഇന്ത്യന്റെ ഈ ഒരു ഭാഗത്ത്. നമ്മുടെ അരുണാചൽ പ്രദേശിൽ ആസമിന്റെ ഒക്കെ ഭാഗത്താണ് വരുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം ആണ് ഇവിടെ ശിവാലിക്കുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാ? വളരെ ഈസി ക്വസ്റ്റ്യൻ. നമുക്കറിയാം ട്രാൻസ് ഹിമാലയം ഉത്തരപർവ്വത മേഖലയാണ്, ഹിമാലയം ഉത്തരപർവ്വത മേഖലയാണ്,
കിഴക്കൻ കുന്നുകൾ ഉത്തരപർവ്വത മേഖലയാണ്. ഇതിൽ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി, ആരവല്ലി. ആരവല്ലി എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചെയ്താലോ? താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡി തിരിച്ചറിയാനാണ് ചോദ്യം. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് സമതലങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമല്ല. എന്തായാലും ഞാൻ സമതലങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ സമതലങ്ങളുടെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായാലും നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ടെറയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ് ഉത്തര സമതലമായിരിക്കും ഇടുന്നത്. സോ ഞാൻ അതുകൊണ്ട് ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്. നദികളുടെ ഉത്ഭവ പ്രദേശമാണ് നമുക്കറിയാം. ഹിമാലയൻ നദികളെല്ലാം അവിടെയാണ് ഉത്ഭവിക്കുന്നത്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു. ഇന്ത്യയില് തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. അതും നമുക്കറിയാം അല്ലെ. ഇവിടുന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നു. ഇതിനെ ഹിമാലയാസ് ഇവിടെ തടഞ്ഞു നിർത്തുന്നു. ഈ ഒരു ഭാഗത്ത് മഴ പെയ്യിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതും ശരിയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതകാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അത് ശരിയാണോ? ഇന്ത്യയിലോട്ടേക്ക് ഈ വരണ്ട ശീതക്കാറ്റാണോ? അതല്ല, ഇത് തെറ്റാണല്ലേ. ഈ ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് തടഞ്ഞു നിർത്താതെ ഈ തെക്ക് നിന്ന് വരുന്നതിനെ തടഞ്ഞു നിർത്താണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് കോൾഡ് വിൻഡു അല്ലല്ലോ അല്ലെ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഓപ്ഷൻ ഡി നോക്കിക്കേ. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകും. തീർച്ചയായിട്ടും അറിയാം. നമുക്ക് മൺസൂണുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മൺസൂണും പോട്ടെ, നമ്മുടെ ഹിമാലയത്തിൽ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഉഷ്ണകാലത്ത് തെക്കു നിന്ന് വീശുന്ന വരണ്ട ശീതകാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇത് എവിടുന്നാ ശരിക്കും ഈ വരണ്ട ശീതകാറ്റ് വീശുന്ന? തെക്ക് എന്നല്ല, വടക്കുന്നാണ്. ഓക്കെ, വടക്കുന്നാണ് വീശുന്നത്. അതിനെയാണ് ഉള്ളിലോട്ടേക്ക് കടക്കാതെ ഹിമാലയാസ് തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. വടക്കുന്ന് ഉദ്ദേശിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗസിൻറാം ശിവാലിക് മലനിരകളുടെ ഭാഗമാണ്. മൗസിൻറാമിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രദേശമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് അല്ലെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻറാമിലാണ്. മൗസിൻറാം മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നു. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഇതില് ഒന്ന് മാത്രം. ഇത് കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ്, ശിവാലിക്കിന്റെ ഭാഗമല്ല അല്ലെ. അപ്പൊ അതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചെയ്താലോ? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കുങ്കുമപ്പൂ കൃഷി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? അത് കരൈവ അല്ലെ. കരൈവ ഫോർമേഷൻസ് ആണ് ഹിമാലയ ഭാഗത്ത് നമുക്ക് കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഹിമാലയ പർവ്വതനിരയായിട്ടുള്ള ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നോക്കിക്കേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. അടുത്തത് മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു. നിരപ്പായ താഴ്വരകളായിട്ടുള്ള ഡൂണുകൾ കാണപ്പെടുന്നു. ഇതിന്റെ ആൻസർ എന്താണ്? ഡൂണുകൾ എവിടെയാ കാണുന്നത്? നമ്മൾ ഹിമാദ്രിയിലല്ല അല്ലെ. ഹിമാദ്രിയിലല്ല, ശിവാലിക്കിന്റെ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഡൂണുകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഹിമാചലിന്റെയും ശിവാലിക്കിന്റെ ഒക്കെ ഭാഗത്തായിട്ട് നമുക്ക് ഡൂണുകൾ കാണാൻ വേണ്ടി സാധിക്കും. അത് ഹിമാദ്രിയിലല്ല നമുക്ക് കാണുന്നത്. അപ്പൊ നാല് ഇതുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷതയല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് മൗസിൻറാമിലാണ്. അത് മേഘാലയാണ്. അത് കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ്, ഹിമാദ്രിയുടെ ഭാഗമല്ല. അതും തെറ്റാണ്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി. 1ഉം 4ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ലോകത്തിൽ ഉയരമേറിയ കൊടുമുടികൾ, മൗണ്ട് എവറസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെയാണ് കാണുന്നത്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണാം. അതൊക്കെ എന്താണ്? ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും അവിടെ ശരിയാണ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഞാൻ ആദ്യം പറഞ്ഞ കോഡ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. ഓക്കെ, അപ്പൊ
നമ്മൾ എന്താ പഠിച്ചേ? ഓപ്ഷൻസ് നോക്കിക്കേ. നമ്മൾ എന്താ പഠിച്ചേ? എന്ത് ഷിപ്പ്? ടൈറ്റാനിക് ഷിപ്പ് ഹിമത്തിൽ ഇടിച്ചു എന്നല്ലേ പഠിച്ചത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷിപ്കില പാസ് ആണ്. ഓക്കെ, അടുത്തത് കാരക്കോറം മൗണ്ടൻ റേഞ്ചസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് K2 നമുക്കറിയാം. കാരക്കോറം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിരിക്കുന്നത്. ശരിയാണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം അല്ലെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതങ്ങൾ. അത് നമുക്കറിയാം. കാരക്കോറത്തിന്റെ തുടർച്ചയായിട്ടാണ് കൈലാസ പർവ്വത നിരകൾ വരുന്നതെന്ന് അറിയാം. അപ്പൊ 1ഉം 3ഉം എന്താണ്? 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് എന്ത് പറ്റി? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ഓക്കെ, നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ഇന്ത്യനെ വരയ്ക്കാം. ഓക്കെ, ഏകദേശം ഒരു ഇന്ത്യന്റെ ഒരു രൂപമാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ശ്രീലങ്ക ഉണ്ട്, ഇവിടെ നമുക്ക് പാകിസ്ഥാൻ ഉണ്ട്, ഇവിടെ ആയിട്ട് അഫ്ഗാനിസ്ഥാന്റെ ചെറിയൊരു ബൗണ്ടറി ഇവിടെയുണ്ട്, ഇവിടെ നമ്മുടെ നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട് അല്ലെ. നേപ്പാളും ഭൂട്ടാനൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് താഴെ മാൽദീവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം. ഇങ്ങനെ എത്ര രാജ്യങ്ങളാണ് ഇതിന്റെ ചുറ്റുമുള്ളത്. ഇവിടെ ബംഗ്ലാദേശ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഈ രാജ്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. MBBS പിന്നെന്ന് ഓർത്താൽ മതി. അതായത് MBBS കാർക്ക് അവരുടെ കോട്ട് ഉണ്ടല്ലോ, അവർക്ക് കോട്ട് കൊടുത്തണമെങ്കിൽ എപ്പോഴും അവർക്ക് പിന്ന് വേണം അല്ലെ. അപ്പൊ MBBS പിന്നെന്ന് ഓർത്താൽ മതി കേട്ടോ. MBBS കാർക്ക് പിന്ന് വേണം എന്ന് ഓർത്താൽ മതി കോട്ടിൽ കുത്താൻ. ഓക്കെ, അപ്പൊ M4 എന്താണ്? M എന്ന് വെച്ചാൽ മാൽദീവ്സ് ആണ്. B4 ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ബംഗ്ലാദേശ് ആണ്. അടുത്ത B4 ഭൂട്ടാൻ ആണ്. ഓക്കെ, ബംഗ്ലാദേശ് ഭൂട്ടാൻ. S4 ശ്രീലങ്കയാണ്. P4 പാകിസ്ഥാൻ ആണ്. I4 ഇന്ത്യ. N4 നേപ്പാൾ. ഞാനിവിടെ അഫ്ഗാനിസ്ഥാൻ വെറുതെ വരച്ചതാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല, പക്ഷെ ഇന്ത്യന്റെ നെയ്ബറിംഗ് കൺട്രിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്? മാൽദീവ്സ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളുക. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇൻഡസ് റിവർ ആണ്, സിന്ധു നദിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആണെങ്കിൽ അത് സിന്ധു നദിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നേപ്പാൾ ഉണ്ട്. നേപ്പാളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണെന്ന്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും ലോകത്തിലെയൊക്കെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് തന്നെയാണ്? അത് മൗണ്ട് എവറസ്റ്റ് തന്നെയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ C 1 and 3 അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള വസ്തുത തിരിച്ചറിയാം. നമ്മൾ റീജിയണലി ഹിമാലയാസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിലൂടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണ്. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു. തീസ്ത നദിക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലാണ് ആസാം ഹിമാലയം. കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും തീസ്ത നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു നോക്കാം. ആദ്യം ഓക്കെ, ഞാനിവിടെ ഏകദേശം നിങ്ങൾ വരച്ചത് ഒന്നുകൂടി വരയ്ക്കാം. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ അല്ലെ. ഓക്കെ, ഏകദേശം ഒരു രൂപമാണ് വരയ്ക്കുന്നത്. എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന പോലെ വരയ്ക്കുന്നതാണ്. നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻഡസ് നദിക്കും സത്ലജ് നദിക്കും, ഓക്കെ, ഇൻഡസ് നദിക്കും ഇൻഡസ് റിവറിനും സത്ലജ് റിവറിനും ഇടയിൽ വരുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചാബ് ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ് നദിക്കും സത്ലജ് നദിക്കും. അപ്പൊ ഇവിടെ സത്ലജ് വന്നു. ഇനി അടുത്തത് സത്ലജ് നദിക്കും കാളി നദിക്കും. ഓക്കെ, സത്ലജ് നദിക്കും
കാളി നദിക്കും ഇടയിൽ വരുന്ന ഹിമാലയാസ് ആണ് ഏതെന്ന് പറയുന്നത്? കുമയൂൺ ഹിമാലയ. ഓക്കെ, സത്ലജിനും കാളിക്കും ഇടയിൽ കുമയൂൺ ഹിമാലയ. ഇനി കാളി നദിക്കും ഇൻഡസ് ടു സത്ലജ്, സത്ലജ് ടു കാളി, കാളി നദിക്കും അതുപോലെ തന്നെ തീസ്ത നദിക്കും, ഓക്കെ, കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിൽ വരുന്ന ഹിമാലയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നേപ്പാൾ ഹിമാലയ. ഓക്കെ, കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിൽ വരുന്നത് ആണ് നേപ്പാൾ ഹിമാലയ. ഇനി തീസ്ത നദിക്കും ദിഹാങ്, ഓക്കെ, ദിഹാങ് നദി അല്ലെങ്കിൽ ബ്രഹ്മപുത്ര എന്നും പറയും. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ദിഹാങ്ങിനും അല്ലെങ്കിൽ ബ്രഹ്മപുത്രയ്ക്കും തീസ്തയ്ക്കും ഇടയിൽ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസാം ഹിമാലയ എന്ന് വിളിക്കുന്നത്. ആസാം ഹിമാലയ. അപ്പം ഇൻഡസിനും സത്ലജിനും ഇടയിലാണെങ്കിൽ പഞ്ചാബ് ഹിമാലയ, സത്ലജിനും കാളിക്കും ഇടയിലാണെങ്കിൽ കുമയൂൺ ഹിമാലയ, അതുപോലെ തന്നെ കാളിക്കും തീസ്തയ്ക്കും ഇടയിലാണെങ്കിൽ നേപ്പാൾ ഹിമാലയ, അതുപോലെ തന്നെ തീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലാണെങ്കിൽ ആസാം ഹിമാലയ. ഇങ്ങനെയാണ് 4 ക്ലാസിഫിക്കേഷൻ പ്രാദേശിക വിഭജനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കിയേ. ഇതിന്റെ ആൻസർ ഇതിൽ ഏതൊക്കെയാ ശരി എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ശരി? 1, 2, 3, 4 എന്ത് പറ്റി? കുമയൂൺ ഹിമാലയ എന്ന് പറയുന്നത് സത്ലജിനും തീസ്തയ്ക്കും ഇടയിലാന്നാ പറഞ്ഞത്. സത്ലജിനും തീസ്തയ്ക്കും ഇടയിലല്ല, സത്ലജിനും കാളിക്കും ഇടയിലാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നോക്കിയേ, ബാരാചിഗിരി ഹിമാനികൾ ലാഹുൽ സ്പിതി താഴ്വരയിലാണ്. ഓക്കെ, ഹിമാനികളിൽ നിന്നുള്ള ഒഴുക്ക് സോൺ നദിയിലേക്ക് ഉള്ള ഉറവിട ജലം പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു. ലാഹുൽ സ്പിതി ഹിമാലയത്തിന്റെ ഉൾപ്രദേശത്ത് പിർപ്പാഞ്ചൽ മേഖലയിലുള്ള വടക്കൻ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നു. അതായത് ലാഹുൽ സ്പിതി ഹിമാലയത്തിന്റെ ഉൾപ്രദേശത്തുള്ള പിർപ്പാഞ്ചൽ മേഖലയിലുള്ള വടക്കൻ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ലാഹുൽ സ്പിതിക്കും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിന്റെ ബാക്കി ഭാഗങ്ങളുമായി ലിബുലേക്ക് ചുറ്റും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിൽ ശരിയായിട്ടുള്ളത് എയും സിയും ആണ് കേട്ടോ. എയും സിയും ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നാണ്? അത് നമുക്ക് ഓർമ്മയുണ്ടല്ലേ. നഗർ കാർ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക. നഗർ ഉണ്ട് ഇവിടെ, കാർ ഉണ്ട് ഇവിടെ. അപ്പൊ നഗറും കാർ ഓടിച്ചത് ആരാ? സോജനാണ്. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ സോജില പാസ്. അടുത്ത ചോദ്യമാണ്, നമ്മുടെ ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം എന്നതാണ്. ഏതൊക്കെയാണ്? ഈസിയിൽ കിട്ടും അല്ലെ. ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നും നമ്മുടെ ഹിമാലയാസിന്റെ ഭാഗമല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. വെസ്റ്റേൺ ഘട്ട്സും പൂർവ്വഘട്ടവും ഒന്നും. അപ്പൊ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയില്ലേ. 3ഉം 4ഉം ഇല്ലാത്തത് നോക്കിയാൽ മതി. 3ഉം 4ഉം ഇല്ലാത്ത ഇവിടെ ഏതാ ഉള്ളത്? അത് ബി 1ഉം 2ഉം. കൈബും ജയന്ത്യ ഹിൽസ് ആണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനലും ഇതിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടി ഒന്ന് പരിഗണനയിൽ പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്